ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മാഹേന്ദ്രത്തിൽ ദേവന്റെ റൂമിൽ ദേവനും അഞ്ജലിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ വന്ന് ഡോറിൽ മുട്ടി. അഞ്ജലി ചെന്ന് വാതിൽ തുറന്നു. രാമേട്ടൻ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് കൊടുത്തപ്പോൾ അഞ്ജലി ചോദിച്ചു, എത്ര നേരായി രാമേട്ട ജ്യൂസ് പറഞ്ഞിട്ട്? രാത്രിക്ക് കഴിക്കാനുള്ള ചപ്പാത്തി മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാ മോള് ജ്യൂസ് പറഞ്ഞത്. അത് കുഴച്ചു വെച്ചിട്ടാ ജ്യൂസ് ഉണ്ടാക്കാൻ നിന്നത്, അതുകൊണ്ടാ വൈകിയത്, രാമേട്ടൻ പറഞ്ഞു. ആ ജ്യൂസ് വാങ്ങി ഡോർ അടച്ച് അഞ്ജലി അകത്തേക്ക് ചെന്നു. അവർക്ക് ജ്യൂസ് കൊടുത്ത ശേഷം കിച്ചണിലേക്ക് വന്ന രാമേട്ടനോട് രവി ചോദിച്ചു, ഈ പെണ്ണിന് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലയാവോ? രാവിലെ വന്നതാ, ഇതിനെ അഴിച്ചു വിട്ടിരിക്കാ തോന്നുന്നു. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രവി? വലിയ വീട്ടിലെയൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, രാമേട്ടൻ പറഞ്ഞു. ഈ ദേവൻ സാറും ഇങ്ങനെ ആയല്ലോ. പുറത്ത് കൂട്ടുകാരുടെ കൂടെ എങ്ങാനും പോയാൽ കുടിച്ചു ബോധമില്ലാതെ തിരിച്ചു വരൂ. വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയും. ഇതല്ലാതെ ഈ സാറിന്റെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാവില്ലായിരിക്കോ? രവി പറഞ്ഞു. നീ നിന്റെ പണി നോക്ക് രവി, ഇങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ആയി കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞ് രാമേട്ടൻ പണികൾ ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം ദേവൻ ഓഫീസിലെത്തിയപ്പോൾ രാജീവ് ദേവന്റെ ക്യാബിനിൽ ചെന്നു. ദേവന്റെ ക്യാബിനിൽ രവിയും ഉണ്ടായിരുന്നു. ഡോറിൽ മുട്ടിയ ശേഷം അകത്ത് കയറിയ രാജീവിനോട് ഇരിക്കാൻ ദേവൻ പറഞ്ഞു. രാജീവ് ഇരുന്നപ്പോൾ ദേവൻ ചോദിച്ചു, എന്താ രാജീവ്, എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ സ്റ്റാഫിനെ എടുത്തായിരുന്നല്ലോ, അഞ്ജലി മാഡത്തിനും നാൻസി മാഡത്തിനും അസിസ്റ്റന്റായിട്ട്. അവരിപ്പോ അവൾക്ക് വർക്കൊന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അവൾ രാജീവിനോട് കംപ്ലൈന്റ് പറഞ്ഞോ? ദേവൻ ചോദിച്ചു. എന്നോട് കംപ്ലൈന്റ് ആയിട്ടല്ല, ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ മറ്റെവിടെയെങ്കിലും വേറൊരു ജോലി കിട്ടോ ചോദിച്ചു. ഇവിടെ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പോ വർക്കൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്, അത് ബുദ്ധിമുട്ടായി തോന്നിയെന്ന് പറഞ്ഞു. അത് പറയാനായി തന്റെ വീട്ടിലേക്ക് അവൾ വന്നോ? ദേവൻ ചോദിച്ചു. അല്ല സർ, എന്റെ അമ്മയുടെ പഴയ ഒരു കൂട്ടുകാരുടെ മകളാണവൾ. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ അമ്മ കൂട്ടിക്കൊണ്ടുവന്നതാ, രാജീവ് പറഞ്ഞു. അവളുടെ CV സിസ്റ്റത്തിലുണ്ടോ? ദേവൻ ചോദിച്ചു. ഉണ്ട് സർ, രാജീവ് പറഞ്ഞു. എന്താ അവളുടെ പേര്? ദേവൻ ചോദിച്ചു. ഗൗരി. ദേവൻ അവളുടെ ബയോഡേറ്റ സിസ്റ്റത്തിൽ നിന്നെടുത്തു നോക്കി. എന്നിട്ട് രാജീവിനോട് ചോദിച്ചു, +2 ആണല്ലേ? +2 ക്വാളിഫിക്കേഷനുള്ള ജോലി എന്ന് പറഞ്ഞ് ദേവൻ ആലോചിച്ച ശേഷം പറഞ്ഞു, മാർക്കറ്റിംഗിലേക്കിട്. കോശി സാർ ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും കൂടെ ഒന്നിച്ചല്ലേ ഇപ്പൊ ചെയ്യുന്നത്? അത് വേണ്ട, ഓഫീസ് വർക്ക് ഇവൾ ചെയ്യട്ടെ. കോശി സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്ക്. ശരി സാർ എന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് പോയി. ഇവള് കൊള്ളാലോ. ഈ കമ്പനിയിൽ ജോലിക്ക് കയറിയത് മുതൽ ജോലി ചെയ്യാൻ മടിയുള്ളവരായിരുന്നു അഞ്ജലി മാഡം, നാൻസി മാഡം. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഇവൾക്കേ സാധിച്ചുള്ളൂ, അല്ലേ സാർ? രവി പറഞ്ഞു. നീ എന്റെ പുറകെ നടക്കല്ലാതെ വേറെ എന്ത് ജോലിയാ ചെയ്യുന്നത്? നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ആരാ വരികയാവോ? ദേവൻ പറഞ്ഞു. സാറ് പറയുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നില്ലേ? രവി ചോദിച്ചു. അതിന് ഞാൻ നിന്നോട് എന്ത് ജോലിയാ പറയുന്നത്? എന്റെ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാനോ? എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തവര് അതിലേക്ക് വിളിക്കും, അതുകൊണ്ടാ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു ജോലിക്കാരന്റെ ആവശ്യമൊന്നുമില്ല, ദേവൻ പറഞ്ഞു. ഞാൻ അത് മാത്രാണോ ചെയ്യുന്നത്? സാറിന് വേറെ ഡ്രൈവറെ ആവശ്യമില്ല, അത് ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടിലെ ചെടികൾ നനയ്ക്കുന്നുണ്ട്, കാറ് കഴുകുന്നുണ്ട്, മാർക്കറ്റിൽ പോകുന്നുണ്ട്. അതൊന്നും കൂടാതെ സാറ് കുടിച്ച് എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കുമ്പോ എടുത്ത് വീട്ടിലേക്കും കൊണ്ടുവരുന്നുണ്ട്, രവി പറഞ്ഞു. ഇതൊക്കെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ, അല്ലാതെ ഞാൻ ചെയ്യാൻ പറഞ്ഞ ജോലിയൊന്നും അല്ലല്ലോ അത്. പിന്നെ കുടിച്ച് ബോധം കെട്ട് കിടന്നാലും നീ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനുണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല. എന്നെ ഒരു കുടിയനാക്കുന്നതും നീയാ, ദേവൻ പറഞ്ഞു. സാറ് തന്നെ ഇത് പറയണം. സ്വന്തം ശത്രുക്കളെ പോലും തിരിച്ചറിയാതെ അവരുടെ കൂടെ കഴിഞ്ഞ സാറിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് ഈ കാണുന്ന നിലയിലാക്കിയത് ഞാനാ, അത് സാർ മറക്കരുത്, രവി പറഞ്ഞു. അതെല്ലാം വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ കടമയാണ്, ദേവൻ പറഞ്ഞു. പക്ഷേ ഞാനന്ന് അവരുടെ ജോലിക്കാരനായിരുന്നു, രവി പറഞ്ഞു. ഇനിയിപ്പം നിനക്കതിനെന്താ വേണ്ടത്? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, സാറിനെ ഓർമ്മിപ്പിച്ചൂന്നേ ഉള്ളൂ, രവി പറഞ്ഞു. എന്നാ മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞ് ദേവൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം രാജീവ് ഗൗരിയെ അവന്റെ ക്യാബിനിലേക്ക് വിളിച്ചു. അവൾ ക്യാബിനിലേക്ക് വന്നപ്പോൾ അവളോട് ഇരിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ചെയറിൽ അവൾ ഇരുന്നു. ഇന്നും ഇതുവരെ വെറുതെ ഇരിക്കായിരുന്നോ? രാജീവ് ചോദിച്ചു. അതെ സാർ, ഗൗരി പറഞ്ഞു.
ഗൗരി സാറെന്ന വിളി മാറ്റില്ലെന്ന് വിചാരിച്ചു തന്നെയാണോ? രാജീവ് ചോദിച്ചു. അത് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല, അതുകൊണ്ടാ, ഗൗരി പറഞ്ഞു. ഗൗരി ഇന്നലെ പറഞ്ഞത് ഞാൻ ദേവൻ സാറിനോട് പറഞ്ഞു. ദേവൻ സാർ ഗൗരിയെ അവരുടെ അസിസ്റ്റന്റ് പോസ്റ്റിൽ നിന്ന് മാറ്റി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആക്കിയിട്ടുണ്ട്. കോശി സാറിന്റെ ഡിപ്പാർട്ട്മെന്റാണ് മാർക്കറ്റിംഗ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇപ്പൊ കോശി സാർ ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും കൂടിയാണ് ചെയ്യുന്നത്. ഇനി മുതൽ കോശി സാർ ഫീൽഡ് വർക്ക് മാത്രം നോക്കിയാൽ മതിയെന്ന് കോശി സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് വർക്ക് ഗൗരി ചെയ്തു കൊടുക്കണം. വർക്കെല്ലാം ട്രെയിനി പഠിപ്പിച്ചു തരും. ദീപ ചേച്ചിയോട് ഞാൻ പറയാം. ഗൗരി പൊയ്ക്കോ, രാജീവ് പറഞ്ഞു. ഗൗരി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ശരി സാർ എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും രാജീവ് പറഞ്ഞു, സാറല്ല. ശരി രാജീവേട്ടാ, അവൾ മടിച്ചു പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടുമായി അഞ്ജലി പറഞ്ഞു, ഓഫീസിൽ ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്ന് സാലറി വാങ്ങിക്കുന്ന ജോലിക്കാരെ ഒഴിവാക്കാൻ ദേവനോട് പറഞ്ഞിട്ടുണ്ട്. ദേവൻ അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആയിരുന്നു ദേവൻ ആദ്യം പറഞ്ഞു വിടുക. മാത്രല്ല അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആരും ഇപ്പോൾ ഓഫീസിൽ ഇല്ലതാനും, ദീപ പറഞ്ഞു. ഞങ്ങളുടെ അസിസ്റ്റന്റ് ആണെന്നും പറഞ്ഞ് ഒരുത്തിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടില്ലേ? അവൾ വെറുതെ ഇരിക്കല്ലേ, നാൻസി പറഞ്ഞു. ഇന്ന് രാവിലെ അവളെ കോശി സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ദീപ ചോദിച്ചു. അത് കേട്ട് നാൻസിയും അഞ്ജലിയും ഗൗരിയെ നോക്കി. ഗൗരി അപ്പോൾ തലേ ദിവസത്തെ കല്യാണാലോചനയെപ്പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നതിനാൽ ഇവർ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഗൗരി അവളുടെ സീറ്റിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാൻസിയും അഞ്ജലിയും അവളോട് അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഡി, ഫ്രണ്ട്സായ ഞങ്ങളെപ്പോലും ദേവൻ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നീ എന്ത് കാണിച്ചാടി ദേവനെ മയക്കിയത്? മാഡം പ്ലീസ്, ആരെയും മയക്കാനല്ല, ജോലി ചെയ്യാനാണ് ഞാൻ ഈ ഓഫീസിലേക്ക് വരുന്നത്. എന്നെ അതിന് അനുവദിക്കണം, ഗൗരി പറഞ്ഞു. നീ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. റെക്കമെൻഡേഷനുമായി ആരുടെ അടുത്താ നീ പോയത്? രവിയോ രാജീവോ? അഞ്ജലി ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗൗരിക്ക് വല്ലാതെ സങ്കടം വന്നു. മാഡം, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെപ്പോലെ തന്നെ ഒരു പെണ്ണാ മാഡോ. ഇതുപോലെ ഓരോന്ന് കേൾക്കേണ്ടി വരുമ്പോ എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് മാഡത്തിന് അറിയാലോ, ഗൗരി പറഞ്ഞു. എടി, നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഈ ഓഫീസിൽ തന്നെ ഉണ്ടാവുമല്ലോ. നിന്നെ ഞങ്ങൾ കണ്ടോളാം, കാണേണ്ടതുപോലെ, കേട്ടോടി എന്ന് പറഞ്ഞ് നാൻസിയും അഞ്ജലിയും അവിടെ നിന്ന് പോയി. എന്റെ മഹാദേവ, എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മാന്യമായി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഒരു തെറ്റും ചെയ്യാതെ ഇവരെന്തൊക്കെയാ എന്നെക്കുറിച്ച് പറയുന്നത്? അവൾ ചിന്തിച്ചു. ലഞ്ച് ബ്രേക്ക് കഴിയാറാവുന്നതിനു മുൻപ് അപർണ വന്ന് ഗൗരിയോട് പറഞ്ഞു, ഗൗരിയെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. അവൾ ആരായിരിക്കും തന്നെ കാണാൻ വന്നത് എന്ന് വിചാരിച്ച് അപർണയുടെ പിന്നാലെ ചെന്നു. തലേ ദിവസം പെണ്ണ് കാണാനാണെന്ന് പറഞ്ഞു വന്ന അയാളെ അവിടെ കണ്ട് ഗൗരി ഞെട്ടിപ്പോയി. ഗൗരിയെ കണ്ടതും അയാൾ ഗൗരിയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നിരുന്നു കുട്ടിയെ കാണാൻ. ഗൗരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ ചോദിച്ചു, അങ്കിൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അങ്കിളോ? ഗൗരി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പേര് രാമകൃഷ്ണൻ എന്നാ. ഗൗരി എന്നെ രാമേട്ടാന്ന് വിളിച്ചാ മതി, അയാൾ പറഞ്ഞു. എനിക്ക് അങ്കിളെന്ന് വിളിക്കാനാ തോന്നുന്നത്, ഗൗരി പറഞ്ഞു. ഇന്ന് ഗൗരിയെ ഇവിടെ വന്ന് കാണുന്നുണ്ടെന്ന് വഴിയിൽ വെച്ച് അച്ഛനെ കണ്ട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞിരുന്നു, ഗൗരിക്ക് കുറച്ച് കുറുമ്പുണ്ട്, എന്തെങ്കിലും പറഞ്ഞാലും ഒന്നും തോന്നരുതെന്ന്, അയാൾ പറഞ്ഞു. എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയായി, അങ്കിള് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗൗരി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു, ഗൗരി ഒന്ന് നിൽക്കൂ. എന്താ വേണ്ടത്? അവൾ അവിടെ നിന്ന് ചോദിച്ചു. അയാൾ കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അച്ഛൻ പറഞ്ഞു ഗൗരിക്ക് ഫോണില്ലെന്ന്. ഇത് ഒരു മൊബൈൽ ഫോണാണ്, ഇടയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ. അതും കൂടി കണ്ടപ്പോൾ ഗൗരിക്ക് കൂടുതൽ ദേഷ്യം വന്നു. എനിക്ക് വേണ്ട, ഇവിടുന്ന് പോകുന്നുണ്ടോ? അവൾ പറഞ്ഞു. ആ സമയത്ത് രാജീവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് വരികയായിരുന്നു. ഗൗരി ആരോടോ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് രാജീവ് അവരുടെ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു, ആരാ ഗൗരി ഇത്? അത് കേട്ട് സങ്കടം വന്ന് അവൾ ഒന്നും മിണ്ടാതെ ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. അയാൾ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് കണ്ട് രാജീവ് ചോദിച്ചു, എന്താ ഇത്? ഇത് ഒരു മൊബൈൽ ഫോണാണ്. ഗൗരിക്ക് മൊബൈൽ ഫോണില്ലെന്ന് അച്ഛൻ പറഞ്ഞു. നിങ്ങളാരാ? രാജീവ് ചോദിച്ചു. ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ, അയാൾ പറഞ്ഞു. അത് കേട്ട് രാജീവ് ഒന്ന് ഞെട്ടി. കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ? രാജീവ് ചോദിച്ചു. അതെ, വീട്ടുകാരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത മാസാണ് കല്യാണം, അയാൾ പറഞ്ഞു.
അത് കേട്ട് രാജീവിന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, നാണല്ലേ നിങ്ങൾക്കിത് പറയാൻ? അവൾക്ക് നിങ്ങളുടെ മകളുടെ അത്ര പ്രായം ഉണ്ടാകൂ. എന്റെ മക്കൾക്ക് അത്ര പ്രായമൊന്നുമില്ല. മൂത്തയാൾക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ. അയാൾ പറഞ്ഞു. ഇനി കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ചാൽ എന്റെ കൈയിന്റെ ചൂടറിയും താൻ. ഇറങ്ങിപ്പോടെ ഇവിടുന്ന്, രാജീവ് പറഞ്ഞു. അത് പറയാൻ നീയാരാ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാനാ ഞാൻ വന്നത്, അയാൾ പറഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടെ താൻ അത് പറഞ്ഞ ഇങ്ങോട്ട് വന്നതുപോലെ ആയിരിക്കില്ല അങ്ങോട്ട് പോകുന്നത്, രാജീവ് പറഞ്ഞു. നീ എന്തു ചെയ്യും എന്നെ? അവളുടെ വീട്ടുകാരുമായി ഞാൻ എല്ലാം സംസാരിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടപ്പെട്ടവർ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തോളും. നീ ഇടപെടണ്ട എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. ആ സമയത്ത് ദേവൻ ഓഫീസിലേക്ക് കയറി വരികയായിരുന്നതിനാൽ പിന്നീട് രാജീവ് ഒന്നും അയാളോട് പറയാൻ നിന്നില്ല.